മഴ തോരും മുമ്പേ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെ പറഞ്ഞയക്കാത്തത് വൈജയന്തിയും അതുപോലെ തന്നെ നമ്മുടെ ബാലേന്ദ്രനും നല്ല വഴക്കാണ്. രണ്ടുപേരും ശത്രുക്കളാവണ പോലെ ആവും എന്നൊക്കെയാണ് പറയുന്നത്. വൈജയന്തി ബാലകൃഷ്ണനെ സംശയത്തോടെയൊക്കെയാണ് നോക്കുന്നത്. അതിനുശേഷം നമ്മുടെ രേവതിക്കുട്ടിനെയും ഗ്രേസ് അമ്മനെ കാണിക്കുന്നത് മുറി ഇങ്ങനെ ഇട്ടാൽ അത് ശരിയാവില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ നല്ല വെടുപ്പിലും വൃത്തിയിലും കിടക്കണ്ടേ, അവരെ എപ്പോഴും നമ്മൾ നല്ല സന്തോഷത്തോടെ കാണണ്ടേ, അങ്ങനെയൊക്കെയല്ലേ ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ലേ നമ്മുടെയും സന്തോഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗ്രേസമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ അലീനയുടെ അടുത്തേക്ക് പോയി വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ വൈജയന്തി. എന്നെ തോൽപ്പിച്ചിട്ട് നിനക്ക് എത്ര നാളിവിടെ നിൽക്കാൻ കഴിയൂടി എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു നിർബന്ധവും ആഗ്രഹവും ഇല്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതിയെന്നായി. എന്തായാലും ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ഇവിടുന്ന് പോയാലും കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ വൈജയന്തി മോശമായ ഒരു കോഡ് ഭാഷയും കൂടി സംസാരിക്കും. അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ അലീന പറയും, എനിക്കും അറിയാം എല്ലാം എന്ന് വൈജയന്തിയോട് പറയും. നിനക്ക് എന്തറിയാടി എന്ന് പറയും. ഒരു കാര്യം സത്യമാണ്, ഈ വീട്ടിൽ ആർക്കും ഒന്നും അറിയില്ല, പക്ഷേ എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി ഇങ്ങനെ നെട്ടി നമ്മുടെ അലീനനെ നോക്കുന്നുണ്ട്. അലീനനെ അങ്ങനെ വൈജയന്തിനെയും അലീനനെയും കൂടെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.